നോക്കിക്കേ നോക്കിക്കേ, ആ പിള്ളേരോടെന്താ കാണിക്കണേ? നല്ല നല്ല. ആ ശരിയാണല്ലോ, ഒരു വേണ്ട എന്നിട്ട് വായിലോട്ട് കുത്തി കേട്ടണയാ. പെൺകുട്ടികളും ഉണ്ടല്ലോ, അതിപ്പോ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തെങ്കിലും ഇല്ലെന്നേ. ഏതാണ്ട് ഒരു പൊടിയൊക്കെ വായിലിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മയക്കുമരുന്നായിരിക്കോ? ആ ആയിരിക്കും. നോക്കി, ആ കുട്ടി എനിക്ക് എവിടെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഏത് കുട്ടി? ആ കറുത്ത പാനിട്ട് ബഹളം കൂട്ടുന്ന കുട്ടിയില്ലേ, അത് രാജുവിന്റെ മോളല്ലേ? ആ കുട്ടിക്കല്ലേ കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് കിട്ടിയത്? ആ കുട്ടി വീട്ടിലുണ്ടെന്നറിയില്ല, ഒരു മുറിയിൽ തന്നെ അടച്ചിരിപ്പ. ആ അതാണ് പ്രശ്നം. കുട്ടികളെ വീട്ടിൽ കഥ പഠിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം, എന്തോ കുഴപ്പമുണ്ട്. ഞാനും എന്റെ മകനും നല്ല സുഹൃത്തുക്കളാ, പക്ഷേ അവന്റെ ബുക്കും ബാഗും മുറിയും എല്ലാം ഞാൻ പഠിച്ചിരിക്കും, അവനറിയാതെ. ആ അത് നല്ലതാ. ആ ടീനേജ് കുട്ടികളല്ലേ. പിടിക്കണ്ട, എന്നാലും നന്നാത്തിന് വേണ്ട, എന്നാലും ഉപദേശിക്കാനും വേണ്ട. എനിക്കറിയാം ഇങ്ങനെ ജീവിക്കണമെന്ന്. ഉപദേശം ഉപദേശം ഉപദേശം. മോളെന്താ പറ്റിയ? മോളെന്താ പറ്റിയ? കുറച്ച് വെള്ളം കൊടുത്ത്. അച്ഛനാണ് വിളിക്കുന്നത് പോലെ. എഴുന്നേൽക്കും എഴുന്നേൽക്കും. അച്ഛൻ അച്ഛൻ അച്ഛൻ. രാഹുൽ രാഹുൽ, എനിക്ക് ആ പൊടി കുറച്ച് കുറച്ച് പണം കഴിയാതെ നിനക്ക്. എനിക്ക് പൊടി കുറച്ചത് എന്റെ തല ഇപ്പൊ പൊട്ടിത്തെറിക്കും. വലിയ സെലക്ഷൻ കൊടുത്തോ?
ലഹരി ഉപയോഗിക്കില്ല. ഞാൻ മാത്രമല്ല, നമ്മൾ ആരും ഇനി ലഹരി ഉപയോഗിക്കില്ല. സത്യം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റിരുന്ന ഒരു പരിധി നിർത്താം. ലഹരി വസ്തുക്കൾ വിൽക്കുകയോ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നാടിനെയും നാട്ടിലെ ജനങ്ങളെയും സംരക്ഷിച്ചു കൊള്ളാമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ.